ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല, ഞാനങ്ങനെ മനഃപൂർവ്വം വിളിച്ചതല്ല. എങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ദെൻ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓരോ ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ 1-2 സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് സെൻഡ് ചെയ്യുക കേട്ടോ. ഒന്നുകിൽ നമ്മൾ പഠിപ്പിച്ച സെൻറ്റൻസ് സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളായിട്ടുണ്ടാക്കിയ 1-2 സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ സെൻഡ് ചെയ്യുക. വെറുതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മറന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലോട്ട് പോകാം. ഇങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല, മനഃപൂർവ്വം കാട്ടിയതല്ല, മനഃപൂർവ്വം വിളിച്ചതല്ല, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുന്നത്, ഇങ്ങനെ മനഃപൂർവ്വം എന്നുള്ളതിന് നമ്മൾ ഓർത്ത് വയ്ക്കുക, സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം, പേർപ്പസ്ലീവ്ലി എന്നാണ് കേട്ടോ. പേർപ്പസ്ലീവ്ലി എങ്ങനെയാണ്? മനഃപൂർവ്വം എന്നുള്ളതിന് പേർപ്പസ്ലീവ്ലി. അപ്പോൾ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്റൻസിൽ ഒരു നോട്ട് കൊണ്ടുവരണം കേട്ടോ. എക്സാമ്പിൾസ് പറയും, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആകും. ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയാൻ എങ്ങനെ പറയാം? ചെയ്യുക എന്നുള്ളതിന് നിങ്ങൾക്കറിയാം, ഡു എന്നാണ് ചെയ്യുക. ദെൻ ഐ, ഞാൻ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഐ എന്നാണ് പറയാല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് ഡു, ഞാൻ ചെയ്തതല്ല എന്ന് പറയണമെങ്കിൽ നമ്മളൊരു നോട്ട് കൊണ്ടുവരണം അല്ലേ. നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. സോ ഐ ഡിഡിൻറ്റ് ഡു, ഞാൻ ചെയ്തതല്ല. ദിസ്, ഇത്. പേർപ്പസീവ്ലി, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. പേർപ്പസീവ്ലി, മനഃപൂർവ്വം. ഓക്കെ, ഐ ഡിഡിൻറ്റ് ഡു ഇറ്റ് പേർപ്പസീവ്ലി, അല്ലെങ്കിൽ ഐ ഡിഡിൻറ്റ് ഡു ദിസ് പേർപ്പസീവ്ലി, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ഞാനിത് മനഃപൂർവ്വം പറഞ്ഞതല്ല, എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് സേ ദിസ് പേർപ്പസീവ്ലി, ഐ ഡിഡിൻറ്റ് സേ ദിസ് പേർപ്പസീവ്ലി, ഞാനിത് മനഃപൂർവ്വം പറഞ്ഞതല്ല. ഞാൻ മനഃപൂർവ്വം വിളിച്ചതല്ല, ഞാനിത് മനഃപൂർവ്വം വിളിച്ചതല്ല, എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് കോൾ ഇറ്റ് പേർപ്പസീവ്ലി, ഐ ഡിഡിൻറ്റ് കോൾ ഇറ്റ് പേർപ്പസീവ്ലി, ഞാനിത് മനഃപൂർവ്വം വിളിച്ചതല്ല. ഞാൻ അങ്ങനെ മനഃപൂർവ്വം വിളിച്ചതല്ല എന്നെങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് കോൾഡ് സോ പേർപ്പസീവ്ലി, ഞാൻ അങ്ങനെ മനഃപൂർവ്വം വിളിച്ചതല്ല. ഐ ഡിഡിൻറ്റ് കോൾഡ് സോ പേർപ്പസീവ്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. ഞാൻ മനഃപൂർവ്വം എഴുതിയതല്ല, ഐ ഡിഡിൻറ്റ് റൈറ്റ് പേർപ്പസീവ്ലി, ഞാൻ മനഃപൂർവ്വം എഴുതിയതല്ല. ഐ ഡിഡിൻറ്റ്, അപ്പോൾ നമ്മൾ ചെയ്തതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡിൻറ്റ് കൊണ്ടുവരണം കേട്ടോ. ഡിഡിൻറ്റ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് കേട്ടോ. ഡിഡ് ഓൾറെഡി നമ്മൾ പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. സോ നമ്മൾ പിന്നെ വെർബിനെ പാസ്റ്റ് ടെൻസിൽ എഴുതേണ്ട ആവശ്യമില്ല, പാസ്റ്റ് ടെൻസിൽ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഐ ഡിഡിൻറ്റ് പ്ലസ് വെർബിനെ ഫസ്റ്റ് ഫോമിലാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഐ ഡിഡിൻറ്റ്, ഞാൻ ചെയ്തതല്ല എന്നാണ് അർത്ഥം. ഐ ഡിഡിൻറ്റ് റൈറ്റ്, ഞാൻ എഴുതിയതല്ല. ഐ ഡിഡിൻറ്റ് ഗോ, ഞാൻ പോയതല്ല. ഐ ഡിഡിൻറ്റ് റീഡ്, ഞാൻ വായിച്ചില്ല. അങ്ങനെ നമ്മൾ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ ഡിഡ് പ്ലസ് നോട്ട് കൊണ്ടുവരണം കേട്ടോ. ഐ ഡിഡിൻറ്റ് റീഡ് ഇറ്റ് പേർപ്പസീവ്ലി, ഞാനിത് മനഃപൂർവ്വം വായിച്ചതല്ല. ഐ ഡിഡിൻറ്റ് കോൾ ഹർ പേർപ്പസീവ്ലി, ഞാൻ അവളെ മനഃപൂർവ്വം വിളിച്ചതല്ല. ഇങ്ങനെയാണ് മീനിങ് കിട്ടുക. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ തന്നെ വേറൊരു രീതിയിലും കൂടെ പറയാം കേട്ടോ. ഈ പേർപ്പസീവ്ലി നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ ഓൺ പേർപ്പസ് എന്ന് ചേർത്ത് കൊടുത്താലും ഇതേ മീനിങ് തന്നെയാണ് കിട്ടുക കേട്ടോ. ഈ പേർപ്പസീവ്ലി നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ ഓൺ പേർപ്പസ് എന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൺ പേർപ്പസ് വെച്ചിട്ട് നമുക്ക് 1-2 എക്സാമ്പിൾസും കൂടെ നോക്കാം. ഞാൻ അവിടെ മനഃപൂർവ്വം പോയതല്ല എന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഐ ഡിഡിൻറ്റ് ഗോ ദർ ഓൺ പേർപ്പസ്, ഐ ഡിഡിൻറ്റ് ഗോ ദർ ഓൺ പേർപ്പസ്, ഞാൻ അവിടെ മനഃപൂർവ്വം പോയതല്ല. ഞാൻ അവളെ മനഃപൂർവ്വം ക്ഷണിച്ചതല്ല, അപ്പോൾ എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് ഇൻവൈറ്റ് ഹർ ഓൺ പേർപ്പസ്, ഐ ഡിഡിൻറ്റ് ഇൻവൈറ്റ് ഹർ ഓൺ പേർപ്പസ്, ഞാൻ അവളെ മനഃപൂർവ്വം ക്ഷണിച്ചതല്ല. അപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് പേർപ്പസീവ്ലി എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൺ പേർപ്പസ് എന്ന് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, രണ്ടും സെയിം മീനിങ് തന്നെ കേട്ടോ. പിന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ളത്, ചെയ്തതല്ല പോയതല്ല എന്ന് പറയാനായിട്ട് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1. ഓക്കെ, വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഇത്രയും ഓർത്ത് വയ്ക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ചെയ്തതല്ല എന്നാണല്ലോ പറയുന്നത്, മനഃപൂർവ്വം ചെയ്തതല്ല, മനഃപൂർവ്വം പോയതല്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മളിത് മനഃപൂർവ്വം ചെയ്തതാണ്, ഞാനിത് മനഃപൂർവ്വം എടുത്തതാണ്, ഞാൻ അങ്ങനെ മനഃപൂർവ്വം വിളിച്ചതാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് പറയാം? ഈ നോട്ട് അവോയ്ഡ് ചെയ്തിട്ട് പറയാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ നോട്ട് നമ്മൾ പറഞ്ഞ ഈ നോട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം.
ഐ ഡിഡ് ഇറ്റ് പേർപ്പസീവ്ലി. ഐ ഡിഡ് ഇറ്റ് പേർപ്പസീവ്ലി. ഞാനിത് മനഃപൂർവ്വം ചെയ്തതാണ്. ഐ ഡിഡ് ഇറ്റ് പേർപ്പസീവ്ലി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിഡ് പ്ലസ് നോട്ട് നമ്മൾ ഒഴിവാക്കി, നമ്മൾ വെറും ഡിഡാണ് കൊണ്ടുവന്നത്. ഐ ഡിഡ് എന്താണ്? ചെയ്തു എന്നാണ് കേട്ടോ. ഡു ചെയ്യുക, അതിൻ്റെ പാസ്റ്റ് ഫോം ചെയ്തു, ഡിഡാണ്. ഐ ഡിഡ് ഇറ്റ് പേർപ്പസീവ്ലി. ഞാനിത് മനഃപൂർവ്വം ചെയ്തതാണ്. ഇനി ഐ സെഡ് ഇറ്റ് പേർപ്പസീവ്ലി. ഞാനിത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഐ സെഡ്, ഇവിടെ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമ്മൾ ചെയ്തതാണ് പോയതാണ് എന്നാണ് പറയുന്നത് എങ്കിൽ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പേർപ്പസീവ്ലി അതേപോലെ പറയാം കേട്ടോ. അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ പേർപ്പസ് എന്നും യൂസ് ചെയ്യാവുന്ന കേട്ടോ. ഐ സെഡ് ഇറ്റ് ഓൺ പേർപ്പസ്. ഐ സെഡ് ഇറ്റ് ഓൺ പേർപ്പസ്, അല്ലെങ്കിൽ ഐ ടോൾഡ് ഇറ്റ് ഓൺ പേർപ്പസ്. സേ പറയുക, സെഡ് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ടോൾഡും യൂസ് ചെയ്യാം കേട്ടോ. ടെൽ പറയുക, ടോൾഡ് പറഞ്ഞു. ഓക്കെ, ടോൾഡും സെഡും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാവുന്ന കേട്ടോ. ദെൻ ഐ ഇൻവൈറ്റഡ് ദം പേർപ്പസീവ്ലി. ഐ ഇൻവൈറ്റഡ് ദം പേർപ്പസീവ്ലി. ഞാൻ അവരെ മനഃപൂർവ്വം ക്ഷണിച്ചതാണ്. അവിടെ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഐ ഇൻവൈറ്റഡ് ദം ഓൺ പേർപ്പസ്. അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും രണ്ടും നിങ്ങൾ അറിഞ്ഞ് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 1-2 സെൻറ്റൻസുകൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യും കേട്ടോ. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ദെൻ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് useful, please do like, share, comment and subscribe. Thank you.